അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു. പ്രിയ സഹോദരിമാരെ, അൽഹംദുലില്ലാഹ്, നമ്മൾ ഇനി 8ാമത്തെ ആയത്ത് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. 1ാമത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ മഹത്വത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് സൂറത്ത് ആരംഭിച്ചു. ഖുർആൻ മഹത്വപൂർണമാണ്, കാരണം ഹക്കീമും അസീസുമായ അള്ളാഹുവാണ് ഖുർആൻ അവതരിപ്പിച്ചത്. തൗഹീദിന്റെ പ്രാധാന്യം പറഞ്ഞു, ഷിർക്കിന്റെ നിരർത്ഥകത പറഞ്ഞു. ശേഷം 3ാമത്തെ ആയത്തിൽ ആകാശഭൂമികൾ, അവയ്ക്കിടയിൽ ഉള്ളത് എന്നിവ സൃഷ്ടിച്ചത് കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്, അവയ്ക്ക് നിശ്ചയിച്ച അവധിയുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണ് എങ്കിലും അവിശ്വസിച്ചവർ അവർക്ക് താക്കീത് നൽകപ്പെട്ടതിനെ കുറിച്ച് അശ്രദ്ധയിലാണ്. അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവ ഭൂമിയിൽ ഒന്നും തന്നെ പടച്ചിട്ടില്ല. ആകാശങ്ങളുടെ സൃഷ്ടിപ്പിൽ അവർക്ക് പങ്കാളിത്തം ഇല്ല. അങ്ങനെ ഉണ്ട് എന്നതിന് തെളിവായി അവർക്കൊരു വേദഗ്രന്ഥത്തിൽ നിന്നോ വൈജ്ഞാനിക പൈതൃകത്തിൽ നിന്നോ തെളിവോ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. 5ാമത്തെ ആയത്തിൽ പറഞ്ഞത് അള്ളാഹുവിന് പുറമെ മറ്റു ദൈവങ്ങളെ അല്ലെങ്കിൽ മറ്റു സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരും തന്നെ ഇല്ല. ഖിയാമത്ത് നാൾ വരെ അവർ ഉത്തരം നൽകുകയില്ല. അവർ ഇവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് അറിഞ്ഞിട്ടുമില്ല. 6ാമത്തെ ആയത്തിൽ പറഞ്ഞത് ഖിയാമത്ത് നാളിൽ പ്രാർത്ഥിക്കപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നവർക്ക് ശത്രുക്കളായിരിക്കും. അവരുടെ ആരാധനയെ ഇവർ നിഷേധിച്ചു കളയുകയും ചെയ്യും. അള്ളാഹുവിന്റെ വ്യക്തമായ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സത്യം അവർക്ക് എത്തുമ്പോൾ സത്യനിഷേധികളായ ആളുകൾ സത്യത്തെക്കുറിച്ച് പറയും, ഇത് വ്യക്തമായ സിഹർ ആണ് എന്ന്. ഇനി 8ാമത്തെ ആയത്ത്, അം യഖൂലൂന ഇഫ്തറാഹ് ഖുൽ ഇൻ ഇഫ്തറൈതുഹു ഫലാ തംലികൂന ലീ മിനല്ലാഹി ശൈആ ഹുവ അഅലമു ബിമാ തുഫീദൂന ഫീഹി കഫാ ബിഹി ഷഹീദൻ ബൈനി വബൈനകും വഹുവൽ ഗഫൂറുർ റഹീം. അതല്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിച്ചമച്ചു ഇരിക്കുകയാണെന്ന് അവർ പറയുന്നുവോ? അവരോട് പറയണം, ഞാനിത് കെട്ടിച്ചമച്ചിരിക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുണ്ടാകാവുന്ന യാതൊന്നും എനിക്ക് വേണ്ടി നേരിടുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നതല്ല. നിങ്ങൾ യാതൊന്നിൽ മുഴുകി പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നുവോ അതിനെപ്പറ്റി അവൻ ഏറ്റവും അറിയുന്നവനാണ്. അവൻ മതി എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായിട്ട്. അവൻ വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമായുള്ളവനത്രേ. അം എന്ന് പറഞ്ഞാൽ ബൽ, ഇസ്തിദ്റാക്കിന്റെ അർത്ഥം ബൽ, എന്നാൽ, ഓർ എന്നൊക്കെയുള്ള അർത്ഥമാണ് അമ്മിന്. യഖൂലൂന അവർ പറയുന്നു, ഖാല അവൻ പറഞ്ഞു, അതിന്റെ മുളാരി യഖൂലു, ഖൗലുൻ അതിന്റെ മസ്ദർ, ഖായിലുൻ പറയുന്നവൻ, മഖൂലുൻ പറയപ്പെടുന്നത്, ഖുൽ നീ പറയ്, ലാ തഖുൽ നീ പറയരുത്. ഇത് മുളാരി യഖൂലു അവൻ പറയുന്നു, യഖൂലാനി അവർ രണ്ടുപേർ പറയുന്നു, യഖൂലൂന അവർ രണ്ടിലധികം പുരുഷന്മാർ പറയുന്നു, യഖൂലൂന അവർ പറയുന്നു. ആര് പറയുന്നു? സത്യനിഷേധികൾ പറയുന്നു. യഖൂലൂനയാണ് ഇവിടെ യഖൂലൂന, സത്യനിഷേധികൾ പറയുന്നു. അം യഖൂലൂന എന്താണ് അവർ പറയുന്നത്? ഇഫ്തറാഹു അവനത് കെട്ടിച്ചമച്ചുവെന്ന്. ഇഫ്തറാ അവൻ കെട്ടിച്ചമച്ചു, ഇഫ്തറ അവൻ കെട്ടിച്ചമച്ചു, അത് ഫിഅൽ മാളിയാണ്. യഫ്തരിയാണ് അതിന്റെ മുളാരി, ഇഫ്തിറാൻ കെട്ടിച്ചമക്കൽ, അതാണ് അതിന്റെ മസ്ദർ. മുഫ്തരിൻ കെട്ടിച്ചമച്ചവൻ, മുഫ്തറൻ അതിന്റെ ഇസ്മു മഫ്ഊൽ, ഇഫ്തരി അതാണ് അതിന്റെ അംർ ഫിഅൽ. ഇതിൽ മാളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇഫ്തറ അവൻ കെട്ടിച്ചമച്ചു. അവിടെ അവൻ എന്നുദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിച്ചമച്ചു. ഹു അതിനെ, അതിനെ എന്നുദ്ദേശിച്ചത് ഇവിടെ ഖുർആനിന്. അതായത് അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനെ കെട്ടിച്ചമച്ചത് ആണെന്നാണോ അവർ പറയുന്നത്? എങ്കിൽ കുൽ നബിയെ പറയുക, കുൽ നബിയെ പറയൂ. കുൽ എന്ന് പറഞ്ഞാൽ നീ പറയുക എന്നാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു പറയുന്നത്, കുൽ നബിയെ പറയുക. ഖാല യഖൂലു കുൽ അംർ ഫിഅലാണ്. ഇൻ എങ്കിൽ, ഇൻ ഇഫ്തറൈതു ഞാൻ കെട്ടിച്ചമച്ചു, ഇഫ്തറൈതു ഞാൻ കെട്ടിച്ചമച്ചു, ഹു ഇത്, ഇഫ്തറൈതുഹു ഇൻ ഇഫ്തറൈതുഹു ഇന്നിലേക്ക് ഹംസത്തുൽ വസ്ൽ ശേഷം സുക്കൂൻ വന്നതുകൊണ്ട് ഇൽത്തിഖാ ഉസ്സാക്കിൻ രണ്ട് സുക്കൂൻ അടുപ്പിച്ചു വന്നതുകൊണ്ട് ഇനിഫ്തറൈതുഹു നൂനിനെ കെസ്റ കൊടുത്ത് വായിക്കണം. ഖുൽ ഇനിഫ്തറൈതുഹു ഞാൻ ഇത് കെട്ടിച്ചമച്ചു എങ്കിൽ, ഫ അപ്പോൾ, ലാ ഇല്ല,
തംലിക്കൂന നിങ്ങൾക്ക് സാധ്യമാകുന്നു, സ്വാധീനമുണ്ടാകുന്നു, സ്വാധീനമാകുന്നു, അധീനപ്പെടുത്തുന്നു, ഉടമപ്പെടുത്തുന്നു എന്നൊക്കെ അർത്ഥം വരും. തംലിക്കൂന, മലക്ക എന്ന് പറഞ്ഞാൽ ഉടമപ്പെടുത്തി, യംലിക്കു ഉടമപ്പെടുത്തുന്നു, അതിന്റെ മുദാരി മുൽക്കൻ, മിൽക്കൻ, മൽക്കൻ എന്നൊക്കെ പറയും, ഉടമപ്പെടുത്തൽ അതിന്റെ മസ്ദർ. മാലിക് ഉടമപ്പെടുത്തുന്നവൻ, മംലൂക്കുൻ ഉടമപ്പെടുത്തപ്പെട്ടവൻ. ഇംലിക് നീ ഉടമപ്പെടുത്ത്, ലാ തംലിക് നീ ഉടമപ്പെടുത്തരുത്. ഇവിടെ ഉദ്ദേശിച്ചത് ഫലാ തംലികൂന നിങ്ങൾക്ക് സാധ്യമാകുകയില്ല, അപ്പോൾ നിങ്ങൾക്ക് സാധ്യമാവുകയില്ല. ഫലാ തംലികൂന ലീ എനിക്ക് വേണ്ടി, മിൻ ഇൽ നിന്ന്, മിൻ അള്ളാഹുവിൽ നിന്ന്, ഷെയ്അൻ യാതൊന്നും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുർആൻ കെട്ടിച്ചമച്ചത് ആണെന്നാണോ അവർ പറയുന്നത്? എങ്കിൽ നബിയെ അവരോട് പറയണം, ഞാനിത് കെട്ടിച്ചമച്ചതാണെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കെന്നെ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞാൽ അള്ളാഹു എന്നെ പിടികൂടും, അതിൽ നിന്ന് നിങ്ങൾക്കെന്നെ സംരക്ഷിക്കാൻ കഴിയുകയില്ല. ഹുവ അവൻ, അഅലമു ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ്, അലിമ അവൻ അറിഞ്ഞു, യഅലമു അവൻ അറിയുന്നു, ഇൽമുൻ അറിവ്, ആലിം അറിയുന്നവൻ, മഅലൂമുൻ അറിയപ്പെടുന്നവൻ. ഇഅലം നീ അറിയ, ഇത് ആലിം എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ, അതിന്റെ ഇസ്മു തഫ്ളീലാണ് അഅലമു. അഅലമു ഏറ്റവും നന്നായി അറിയുന്നവൻ. ബി കുറിച്ച്, ബി എബൌട്ട് കുറിച്ച്, മാ യാതൊന്നു, ബിമാ യാതൊന്നിനെ കുറിച്ച്, യാതൊന്നിനെ പറ്റി, തുഫീദൂന നിങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുന്നു, അഥവാ നിങ്ങൾ സംസാരത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അഫാദ മുഴുകി, യുഫീദു അതിന്റെ മുദാരി യുഫീദു, ഇഫാദത്തുൻ മുഴുകൽ, മുഫീദുൻ മുഴുകിയവൻ. അതിന്റെ ഇസ്മു ഫായില് മുഫാദുൻ, അതിന്റെ ഇസ്മു മഫൂല് അഫീദ് നീ മുഴുക, അതിന്റെ അംറ് ഫിഅൽ. ഇവിടെ യുഫീദു എന്ന് പറഞ്ഞാൽ അതിന്റെ മുദാരി യുഫീദു, യുഫീദാനി, യുഫീദൂന, തുഫീദു, തുഫീദാനി, യുഫീദുന, തുഫീദു, തുഫീദാനി, തുഫീദൂന നിങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച്. ഫീഹി അതിൽ, ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾ സംസാരത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവൻ ആണ്. ഖഫാ, ഖഫാ, ഖഫാ ബി എന്ന് പറഞ്ഞാൽ മതിയാവുക, ഖഫാ യക്ഫി, യക്ഫി അതിന്റെ മുളാരി യക്ഫി, കിഫായത്തൻ. കാഫിൻ, കാഫിൻ അതിന്റെ ഇസ്മു ഫായിലാണ്. നമ്മൾ സൂറത്ത് സുമറിന്റെ ഒക്കെ പഠിച്ചിട്ടില്ലേ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അവന്റെ തന്റെ അടിമക്ക് അള്ളാഹു മതിയായവനല്ലയോ. കാഫിൻ, മക്ഫി അതിന്റെ ഇസ്മു മഫ്ഊൽ, ഇക്ഫി അതിന്റെ അംറ് ഫിഅൽ. കഫാബി എന്ന് പറഞ്ഞാൽ മതിയാവുക, കഫാബിഹി അവന് മതിയാവുക, കഫാബിഹി ഷഹീദൻ ഷഹീദ സാക്ഷിയായി, യഷ്ഹദു അതിന്റെ മുളാരി ആണ് യഷ്ഹദു സാക്ഷിയാകുന്നു, ഷഹാദത്തൻ സാക്ഷിയാകൽ, ഷാഹിദ് സാക്ഷി, അതിന്റെ അംറ് ഫിഅൽ ഇഷ്ഹദ്. ഇത് ഷാഹിദ് എന്ന് പറഞ്ഞാൽ സാക്ഷി എന്നാണല്ലോ, അതിന്റെ ഫൈലുൻ പാറ്റേണിലാണ് ഷഹീദുൻ വരുന്നത്. അതായത് മുബാലകത്തിന്റെ അർത്ഥം, തീവ്രത കൂടുതൽ കാണിക്കുന്നതാണ് അത്. മുബാലകത്തിന് ഏറ്റവും സാക്ഷിയായവൻ, അതിന്റെ ഒരു തീവ്രത കാണിക്കുക, സിഫത്തുൽ മുഷബ്ബഹ എന്നൊക്കെ പറയും, അതിന്റെ തീവ്രത കൂടുതൽ കാണിക്കുന്ന ഒരു പാറ്റേൺ ആണത്. ഷഹീദുൻ ബൈന ഇടയിൽ, ബൈനി എനിക്കിടയിൽ, വബൈനക്കും നിങ്ങൾക്കും ഇടയിലും, ബൈന ഇടയിൽ, ഖും നിങ്ങൾക്ക്, വബൈനക്കും നിങ്ങൾക്കും ഇടയിൽ, ബൈനി വബൈനക്കും എനിക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷിയായി അള്ളാഹു മതി. കഫാ ബിഹി ഷഹീദൻ ബൈനി വബൈനക്കും. വഹുവൽ ഗഫൂറുർ റഹീം അവൻ പാപങ്ങൾ പൊറുക്കുന്നവനും ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനും ആണ്. ഇവിടെ അള്ളാഹുവിന്റെ 2 ഇസ്മുകളാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഗഫൂറുൻ എന്ന് പറഞ്ഞാൽ ഏറെ പൊറുക്കുന്നവൻ, ഗഫറ അവൻ പൊറത്തു കൊടുത്തു, അതിന്റെ മുളാരി യഗ്ഫിറു പൊറത്തു കൊടുക്കുന്നു, ഗുഫ്രാൻ അല്ലെങ്കിൽ മഗ്ഫിറ പൊറത്തു കൊടുക്കൽ, ഗാഫിറുൻ അതിന്റെ ഇസ്മു ഫായിൽ പുറത്തു കൊടുക്കുന്നവൻ, മഗ്ഫൂറുൻ അതിന്റെ ഇസ്മു മഫൂൽ ഇഗ്ഫിർ നീ പുറത്തു കൊടുക്കും. ഇതില് ഗാഫിർ എന്നാൽ പുറത്തു കൊടുക്കുന്നവൻ,
പുറത്തു കൊടുത്തവൻ. അതിന്റെ ഫഊലുൻ വസനാണ് ഗഫൂറുൻ. ആ സിഫത്തുൽ മുഷബ്ബഹ അഥവാ അതിന്റെ മുബാലഗത്തിന്റെ അർത്ഥം കാണിക്കുന്നതാണ് ഗഫൂറുൻ, ഏറെ പൊറുക്കുന്നവൻ. ഗഫൂറുർ റഹീം. റഹിമ എന്നാൽ കരുണ ചെയ്തു, ഇർഹമു കരുണ ചെയ്യുന്നു, റഹ്മത്തുൻ കരുണ, റാഹിം കരുണ ചെയ്യുന്നവൻ, മർഹൂമുൻ കരുണ ചെയ്യപ്പെട്ടവൻ. ഇർഹം നീ കരുണ ചെയ്. റഹീമുൻ ഫഈലുൻ വസനാണ്, അതിന്റെ മുബാലഗത്തിന്റെ അർത്ഥം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സിഫത്തുൽ മുഷബ്ബഹയാണ്, ഒരു സ്ഥിരമായ ഒരു ഗുണം, അതിനെ കാണിക്കുന്ന ഒരു നാമമാണ് ഇത്. സീഗത്തുൽ മുബാലഗ ഖിയാസിയാണത്. തീവ്രത കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫഈലുൻ, ഏറെ പൊറുക്കുന്നവൻ, ഏറെ കരുണ ചെയ്യുന്നവൻ. ഗഫൂറുൻ ഏറെ കരുണ ചെയ്യുന്ന, റഹീമുൻ ഏറെ പൊറുക്കുന്നവൻ. മുൻപത്തെ ആയത്തിൽ സത്യനിഷേധികൾ പറഞ്ഞിരുന്നു ഖുർആൻ സിഹ്റാണെന്ന്. ഈ ആയത്തിൽ അവരുടെ മറ്റൊരു പറച്ചിലാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയുണ്ടാക്കിയത് ആണ് എന്നും. വേറെയും അവർ പറഞ്ഞിട്ടുണ്ട് ജോൽസിന്റെ വാക്കാണ്, അസാത്തീറുൽ അവ്വലീൻ പൂർവികരുടെ കെട്ടുകഥകളാണ് എന്നൊക്കെ. ഇത്തരം വ്യത്യസ്തമായ അഭിപ്രായം വരാൻ തന്നെ കാരണം ഖുർആൻ അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല, നിഷേധിക്കാനും കഴിയുന്നില്ല. ആകാശഭൂമികളുടെ സ്രഷ്ടാവായ അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ ആകാശഭൂമികളുടെ പ്രപഞ്ച സ്രഷ്ടാവാണ് അള്ളാഹു എന്നറിയുന്ന, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നറിയുന്ന മക്കാ മുശ്രിക്കുകൾ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കെട്ടിയുണ്ടാക്കിയതാണ് എന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞാൽ അള്ളാഹു നബിയെ പിടികൂടും. അങ്ങനെ പിടികൂടിയാൽ നിങ്ങൾക്കാർക്കും നബിയെ സംരക്ഷിക്കാൻ കഴിയുകയില്ല. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന ചോദ്യമാണ് അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാനാണ് അള്ളാഹു നബിയോട് പറയുന്നത്. അഥവാ അള്ളാഹുവിനെ മക്കാ മുശ്രിക്കുകൾക്ക് പരിചയമുണ്ട്. ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണെന്ന്. അതറിയാവുന്ന ആ മക്കാ മുശ്രിക്കുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണം എന്ന് പറഞ്ഞ് അള്ളാഹു പറയുകയാണ്, ഞാനിത് കെട്ടിയുണ്ടാക്കിയതാണെങ്കിൽ അള്ളാഹു എന്നെ പിടികൂടും, പിടികൂടിയാൽ നിങ്ങൾക്കാർക്കും എന്നെ സംരക്ഷിക്കാൻ കഴിയുകയില്ല. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്നൊരു ചോദ്യം മക്കാ മുശ്രിക്കുകളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. ഇവിടെ തുഫീദൂന എന്ന് പറഞ്ഞാൽ തഖൂലൂന എന്നാണ് ഇബ്നു ജരീർ റഹ്മഹുല്ലാഹ് പോലുള്ള തഫ്സീർ പണ്ഡിതന്മാർ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ പറഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഖുർആനെ കുറിച്ച് ഇങ്ങനെ മീറ്റിംഗ് കൂടുമ്പോൾ അള്ളാഹു ഇതെല്ലാം നല്ലവണ്ണം അറിയുന്നുണ്ട്, നിങ്ങൾക്കും എനിക്കും സാക്ഷിയായി അള്ളാഹു മതി. ഇത് അവർക്കുള്ള ശക്തമായ കഠിനമായ പേടിപ്പിക്കുന്ന താക്കീതാണ്. വിശുദ്ധ ഖുർആനെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന, അതിനെതിരെ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്ന, ഖുർആൻ ശരിയല്ല എന്ന് പറയുന്നവരോടും നമുക്ക് പറയാനുള്ളത് ഇതുതന്നെയാണ്. ഹുവ അഅലമു ബിമാ തുഫീദൂന ഫീഹി കഫാ ബിഹി ഷഹീദൻ ബൈനി വബൈനക്കും. അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്, നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ സാക്ഷിയായി അള്ളാഹു മതി. അള്ളാഹു നിങ്ങളെ പിടികൂടിക്കൊള്ളും. അവസാനം ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് വഹുവൽ ഗഫൂറുർ റഹീം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നിരിക്കെ ഈ താക്കീതുകൾ മനസ്സിലാക്കി നിങ്ങൾ പശ്ചാത്താപിക്കുകയും പാപമോചനം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കാരുണ്യം ചെയ്യുന്നവനുമാണ്. അഥവാ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് പരിചയമുള്ള മക്കാ മുശ്രിക്കുകൾ പറയുന്നു നബി ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്ന്. നബി ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെങ്കിൽ അള്ളാഹു എന്നെ പിടികൂടും, അങ്ങനെ പിടികൂടിയാൽ നിങ്ങൾക്കും എന്നെ സംരക്ഷിക്കാൻ സാധിക്കുകയില്ല. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന ചോദ്യം അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. നിങ്ങൾ ഖുർആനെതിരെ കൂടിയാലോചനകൾ മുഴുകുമ്പോൾ അള്ളാഹു ഇതെല്ലാം നല്ലവണ്ണം അറിയുന്നു, നിങ്ങൾക്കും എനിക്കുമിടയിൽ സാക്ഷിയായി അള്ളാഹു മതി എന്നൊരു കഠിനമായ താക്കീത് ഈ ആയത്തിൽ നൽകുന്നു. ഈ താക്കീത് മനസ്സിലാക്കി നിങ്ങൾ പശ്ചാത്തപിക്കുകയും പാപമോചനം ചെയ്യുകയാണെങ്കിൽ വഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കാരുണ്യം ചെയ്യുന്നവനും ആകുന്നു. ഇനി ഇതിന്റെ ഇറാബിന്റെ ഭാഗം. അം ഹർഫു അത്ഫിൻ മുൻഖതിഉൻ മബനിയുൻ അല സുകൂനി. സുകൂനിൽ മബനിയായ അത്ഫിന്റെ അക്ഷരമാണ് അം എന്നത്. യഖൂലൂന അവർ പറയുന്നു. ഫിഅലുൻ മുളാരിഉൻ മഅതൂഫുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി സുബൂത്തുൻ നൂനി ലിഅന്നഹു മിൻ അഫ്ആലിൽ ഖംസത്തി. ഇത് മുളാരി ആയ ഫിഅലാണ്, അത്ഫ് ചെയ്യപ്പെട്ടതാണ്, അത് മർഫൂ ആണ്, റഫ്ഇന്റെ അടയാളം നൂനിനെ സ്ഥിരപ്പെടുത്തിയതാണ്, കാരണം അത് അഫ്ആലുൽ ഖംസയിൽ പെട്ടതാണ്. അൽ വാവു
വാവുൽ ജമാഅത്തി ضمير മുത്തസിൽ മബനി അല സുക്കൂനി ഫി മഹല്ലി റഫ്ഇൻ ഫാഇൽ. ആ വാവ് റഫിന്റെ സ്ഥാനത്താണ്, കാരണം അത് ഫായിലാണ്. ഇഫ്തറാഹു ഇഫ്തറാ ഫിഅലു മാദിൻ മബനി അലൽ ഫതഹിൽ മുഖദ്ദരി അലൽ അലിഫി ലിത്തഅദ്ദുരി. ഇഫ്തറ എന്ന് പറഞ്ഞാൽ മാലിയായ ഫിഅലാണ്, ഫതഹയിൽ മബനിയാണ്. അത് ഫതഹിൽ മുഖദ്ദർ ആയിട്ടുള്ള ഒരു ഫതഹയാണ് അലിഫിന്മേൽ, കാരണം അലിഫ് ഹർക്കത്തിനെ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് നമുക്കവിടെ ഫതഹ സങ്കല്പിക്കാനേ സാധിക്കുകയുള്ളൂ. വൽഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. അതിലടങ്ങിയിരിക്കുന്ന ഫാഇൽ മുസ്തതിറാണ്, ഹിഡൻ പ്രോനൗൺ ആണ്. അത് ഹുവ എന്നാണ് അതിനെ തഖ്ദീർ ചെയ്യേണ്ടത്. അൽ ഹാഉ ഇഫ്തറാഹു ഹാഉ ളമീറുൻ മുത്തസിലുൻ മബ്നിയുൻ അല ളമ്മി ഫീ മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി. ഇഫ്തറാഹു അവനത് കെട്ടിച്ചമച്ചു. അത് എന്ന് പറയുമ്പോൾ അവിടെ അത് മഫ്ഊലുൻ ബിഹിയാണ്. ആ ക്രിയ ബാധിച്ചിരിക്കുന്നത് ആരെയാണോ അതാണ് മഫ്ഊലുൻ ബിഹി. ഇനി വൽ ജുംല ഇഫ്തറാഹു, ആ ഒരു ജുംല മൊത്തം, ഇഫ്തറാഹു എന്നൊരു ജുംല മൊത്തം ഫീ മഹല്ലി നസ്ബിൻ മഖൂൽ ഖൗലി ലിഫിഅലി യഖൂലൂന. യഖൂലൂന എന്ന ഫിഅലിന്റെ മഖൂലുൽ ഖൗലാണ്, പറയപ്പെട്ട വാക്ക്. അതുകൊണ്ട് അത് നസ്ബിന്റെ സ്ഥാനത്താണ്. അം യഖൂലൂന അവർ പറയുന്നു, ഇഫ്തറാഹു അവൻ അത് കെട്ടിച്ചമച്ചതാണെന്ന്. അപ്പൊ അവൻ എന്താ പറയുന്നത്? അത് കെട്ടിച്ചമച്ചതാണ്. അപ്പോൾ യഖൂലൂന എന്ന ആ ഒരു ഫിഅല് പറയപ്പെട്ടതാണ് ഇഫ്തറാഹു എന്ന ജുംല മൊത്തം. അതുകൊണ്ട് തന്നെ ആ ജുംല നസ്ബിന്റെ സ്ഥാനത്താണ്, കാരണം അത് മഖൂലുൽ ഖൗൽ പറയപ്പെട്ടതാണ്. ഖുൽ ഫിഅലു അംറിൻ മബ്നിയുൻ അല സുകൂനി വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. ഇത് അംർ ഫിഅലാണ്, സുകൂനിൽ മബ്നിയാണ്. അതിലടങ്ങിയിരിക്കുന്ന ഫാഇൽ ഹിഡൻ പ്രോനൗൺ ആണ്. തഖ്ദീറുഹു അൻത, നീ പറയൂ. ഇനി ഹർഫു ഷർത്തിൻ വജസ്മിൻ മബനിയുൻ അല സുകൂനിൽ മുഖദ്ദരി ലിഇൽതിഖാഇ സാകിനൈനി. ഇത് ഷർത്തിന്റെയും ജസ്മിന്റെയും ഹർഫാണ് ഇൻ എന്നത്. അത് സുകൂനിൽ മുഖദ്ദരിൽ മബനിയാണ്, കാരണം അവിടെ ശേഷം വന്ന ഫാക്ക് സുക്കൂനാണ്. അപ്പോൾ ഇൽതിഖാഉ സാകിനൈൻ വന്നതുകൊണ്ട് നൂനിന്റെ സുക്കൂന് കസ്റയാക്കി. ഇനി ഇഫ്തറൈതുഹു ഇഫ്തറൈ ഫിഅൽ മാളിൻ മബ്നിയുൻ അല സുകൂനി ലിത്തിസാലിഹി ബിത്താഇൽ ഫാഇലി ഫീ മഹല്ലി ജസ്മിൻ ഫിഅൽ ഷർത്തിൻ. സുകൂനിൽ മബ്നിയായ മാളിയായ ഫിഅലാണ് ഇഫ്തറൈ. അതിലേക്ക് താഉൽ ഫാഇൽ ചേർന്ന് വന്നിട്ടുണ്ട്. അത് ജസ്മി ഫിഅൽ ഷർത്തിന്റെ സ്ഥാനത്താണ്. ഇനി അതിലേക്ക് ചേർന്ന് വന്ന തു എന്ന അത്താഉൽ ഫാഇലി ളമീറുൻ മുത്തസിലുൻ മബ്നിയുൻ അല ളമ്മി ഫീ മഹല്ലി റഫ്ഇൻ ഫാഇൽ. ഇഫ്തറൈതുഹു ഹു അൽ ഹാഉൽ ഗായിബി ളമീറുൻ മുത്തസിലുൻ മബ്നിയുൻ അല ളമ്മി ഫീ മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി. അത് നസ്ബിന്റെ മഹലിലാണ്, കാരണം അത് മഫ്ഊലുൻ ബിഹിയാണ്. ഫലാ ഫ ഹർഫു വാഖിഇൻ ഫീ ജവാബി ഷർത്തി മബ്നിയുൻ അലൽ ഫതഹി. അത് ഷർത്തിന്റെ ജവാബാണ് ഫ എന്നത്, ഫതഹയിൽ മബനിയാണ്. ലാ ഹർഫു നഫിയിൻ മബനിയുൻ അല സുകൂനി. നിഷേധിക്കാനുള്ള ഒരു അക്ഷരമാണ് ലാ എന്നത്. തംലികൂന ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി സുബൂതു നൂനി ലിഅന്നഹു മിൻ അഫ്ആലിൽ ഖംസതി. തംലികൂന എന്നത് മുളാരിയായ ഫിഅലാണ്. റഫീന്റെ അടയാളം നൂനിനെ സ്ഥിരപ്പെടുത്തലാണ്, കാരണം അത് അഫ്ആലുൽ ഖംസയിൽ പെട്ടതാണ്. വൽ വാവുൽ ജമാഅത്തി ളമീറുൻ മുത്തസിലുൻ മബ്നിയുൻ അല സുകൂനി ഫീ മഹല്ലി റഫ്ഇൻ ഫാഇൽ. അതിലേക്ക് ചേർന്ന് വന്ന വാവുൽ ജമാഅ ചേർന്ന് വന്ന ളമീറാണ്, റഫീന്റെ സ്ഥാനത്താണ്, കാരണം അത് ഫായിലാണ്. വൽ ജുംലതു ഫലാ തംലികൂന ഫീ മഹല്ലി റഫ്ഇൻ ഖബറു ലിമുബ്തദഇ മഹ്ദൂഫത്തിൻ തഖ്ദീറുഹു അൻതും. ഇവിടെ ഒരു മുബ്തദ കളയപ്പെട്ടിട്ടുണ്ട്. ഈ ജുംല മൊത്തം ഖബറാണ്. അപ്പോൾ ഒരു അന്തും നിങ്ങൾ ഉടമപ്പെടുത്തുന്നില്ല. അപ്പോൾ അവിടെ ഒരു അന്തും എന്നൊരു ളമീർ കളയപ്പെട്ടിട്ടുണ്ട്, അത് മുബ്തദയാണ്. അപ്പോൾ ഈ ഒരു തംലികൂന എന്നത് ആ ജുംല മൊത്തം ജുംലത്തുൽ ഫിഅലിയ റഫ്ഇന്റെ സ്ഥാനത്താണ്, കാരണം കളയപ്പെട്ട മുബ്തദയുടെ ഖബറാണത്. പിന്നെ അതുകൂടാതെ വൽ ജുംലത്തു ഫീ മഹല്ലി ജസ്മിൻ ജവാബു ഷർത്തി, ഷർത്തിന്റെ ജവാബും കൂടിയാണ് ഈ ഒരു ജുംല. ലീ അല്ലാമു ഹർഫു ജറിൻ മബനിയുൻ അലൽ കസരി യാ മുത്തകല്ലിം ളമീറുൻ മുത്തസിലുൻ മബ്നിയുൻ അല സുകൂനി ഫീ മഹല്ലി ജറിൻ ബിഹർഫി. മിൻ ഹർഫു ജറിൻ മബ്നിയുൻ അല സുകൂനിൽ മുഖദ്ദരി ഇൽതിഖാഇ സാകിനൈനി. മിനല്ലാഹി എന്ന് പറയുമ്പോൾ നൂന് സുക്കൂനായിരുന്നു. അള്ളാഹു എന്നതിൽ സുക്കൂന്, രണ്ട് സുക്കൂൻ അടുത്ത് വന്നതുകൊണ്ട് നൂനിന്
ഫതഹ കൊടുത്തു. അല്ലാഹു ഇസ്മുൽ ജലാലത്തി ഇസ്മുൽ മജ്റൂറുൻ അലാമത്തു ജർരിഹി അൽ കസ്റത്തു ളാഹിറ. ഹർഫ് ജർ വന്നതുകൊണ്ട് അതിന് ഇസ്മു മജ്റൂറാണ്, ജറിന്റെ അടയാളം കെസ്റയാണ്. ഷൈഅൻ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. ഹുവ ضمير متصل مبني على الفتح في محل رفع مبتدأ. അഅലമു അഅലമു ഏറ്റവും നന്നായി അറിയുന്നവൻ, അത് ഖബറുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അദ്ദമ്മത്തു ളാഹിറ. ബിമാ അൽ ബാഉ ഹർഫു ജറിൻ മബ്നിൻ അലൽ കസ്രി. മാ ഇസ്മു മൗസൂൽ മബ്നിൻ അല സുകൂനി ഫി മഹല്ലി ജറിൻ ബിഹർഫി. മാ എന്നത് ഇസ്മു മൗസൂലാണ്, സുകൂനിൽ മബ്നിയാണ്, ജറിന്റെ സ്ഥാനത്താണ്. കാരണം ബി എന്ന ഹർഫു ജർ വന്നതുകൊണ്ട്. തുഫീദൂന തുഫീദൂന ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി സുബൂതു നൂനി ലിഅന്നഹു മിൻ അഫ്ആലിൽ ഖംസത്തി. മുളാരിയായ ഫിഅലാണ്, അത് റഫ് ആണ്. റഫിന്റെ അടയാളം നൂനിനെ സ്ഥിരപ്പെടുത്തുകയാണ്, കാരണം അത് അഫ്ആലുൽ ഖംസയിൽ പെട്ടതാണ്. വാവുൽ ജമാഅത്തി ളമീറുൻ മുത്തസിലുൻ മബ്നിൻ അല സുകൂനി ഫി മഹല്ലി റഫ്ഇൻ ഫാഇൽ. അതിൽ ചേർന്ന് വന്ന വാവു വാവുൽ ജമാഅയാണ്, റഫ്ഇന്റെ സ്ഥാനത്താണ്, കാരണം അത് ഫായിലാണ്. വൽ ജുംല സിലത്തുൽ മൗസൂൽ ലാ മഹല്ല ലഹാ മിനൽ ഇറാബി. മാ എന്ന ഇസ്മു മൗസൂലിന്റെ സിലത്തുൽ മൗസൂലയാണ് തുഫീദൂന എന്നത്, അതിന് ഇറാബിൽ സ്ഥാനമില്ല. ഫി ഹർഫു ജെറിൻ മബനിയുൻ അല സുക്കൂനി, സുക്കൂനിൽ മബനിയായ ഹർഫു ജെറാണ് ഫി എന്നത്. ഹി അൽ ഹാഉൽ ഗായിബി ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ കസ്രി ഫി മഹല്ലി ജെറിൻ ബി ഹർഫി. അത് ളമീറുൻ മുത്തസിലാണ്, മബനിയാണ്, കസ്റയിൽ മബനിയാണ്, ജെറിന്റെ സ്ഥാനത്താണ്. കഫാ ഫിഅലു മാദിൻ മബനിയുൻ അലൽ ഫതഹിൽ മുഖദ്ദരി ലിത്തഅദ്ദുരി. ഫതഹത്തുൽ മുഖദ്ദറയാണ്, കാരണം മൂന്നാമത്തെ ലെറ്ററിന്റെ ഹർക്കത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല, കാരണം അവസാനം അലിഫ് മക്സൂറയാണ്. അതുകൊണ്ട് അതിൽ ഹർക്കത്ത് കൊടുക്കൂല. ബിഹി ബി അൽ ബാഉ ഹർഫു ജറിൻ സായിദുൻ മബനിൻ അലൽ കസ്രി. ഹാഉൽ ഗായിബി ളമീറുൻ മുത്തസിലുൻ മബനിൻ അലൽ കസ്രി ഫി മഹല്ലി ജർരി ബിൽ ഹർഫി. ലഫ്ലൻ ഫി മഹല്ലി റഫ്ഇൻ ഫായിലൻ മഹല്ലൻ. അതായത് ബി എന്നതിവിടെ ഹർഫ് ജർ കൂടാതെ സായിദയാണ്, വർദ്ധിച്ചു വന്നതാണ്. ഇവിടെ ഹി എന്ന ളമീർ അത് മുത്തസിലാണ്, മബനിയുൻ അലൽ കസ്രിയാണ്, കസ്രയിൽ മബനിയാണ്, ജറിൻ്റെ സ്ഥാനത്താണ്, കാരണം ഹർഫ് ജർ വന്നതുകൊണ്ട്. അതുകൂടാതെ അത് ലഫ്ലൻ ഫി മഹല്ലി റഫ്ഇൻ ഫായിലൻ മഹല്ലൻ, റഫിൻ്റെ സ്ഥാനത്ത് ഫായിലിൻ്റെ മഹല്ലിൽ ആണ്, അവന് മതിയാകുന്നതാണ്. അപ്പോൾ ഒരു സായിദാണ്. ഷഹീദൻ തമീസുൻ തമീസുൻ മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. ബൈനി ബൈന ളർഫു മഖാനിൻ മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തുൽ മുഖദ്ദറ ലിഇഷ്തിഗാലി മഹല്ലി ബിഹർക്കത്തിൽ മുനാസിബത്തി ലിൽ യാഇ. ബൈന എന്നത് ലർഫു മഖാനാണ്, അത് മൻസൂബാണ്, നസ്ബിൻ്റെ അടയാളം അതിൽ ഫതഹത്തുൽ മുഖദ്ദറയാണ്. കാരണം എന്താണ്, യാ മുത്തക്കല്ലിമിലേക്ക് ചേർന്നത് കൊണ്ട് നമുക്കവിടെ ഹർക്കത്തിനെ കാണാൻ കഴിയുകയില്ല. അപ്പോൾ യാ മുത്തക്കല്ലിമിന് മുനാസിബായിട്ടുള്ള ഹർക്കത്തിൻ്റെ സ്ഥാനത്താണ് അതുള്ളത്, ഫതഹത്തുൽ മുഖദ്ദറ ഉള്ളത്. യാ ഉൽ മുത്തക്കല്ലിം ضمير متصل مبني على السكون في محل جر مضاف إليه. ബൈന എന്ന ളർഫിന് ശേഷം മുളാഫുൻ ഇലൈഹി വരും. വബൈനക്കും വാവു ഹർഫുൽ അത്ഫ് മബനി അലൽ ഫതഹി. ബൈന മഅതൂഫുൻ അലാ മൻസൂബുൻ, ആദ്യത്തെ ബൈനയിലേക്ക് അത്ഫ് ചെയ്യപ്പെട്ടതാണ്, അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. കാഫുൽ മുഖാത്തബി ളമീറുൻ മുത്തസിലുൻ മബനിൻ അല സുകൂനി ഫി മഹല്ലി ജർറിൻ മുളാഫുൻ ഇലൈഹി. ളർഫുകൾക്ക് ശേഷം മുളാഫുൻ ഇലൈഹി വരും. അൽ വാവു ഹർഫു അത്ഫിൻ മബനിൻ അലൽ ഫതഹി. ഹുവ ളമീറുൻ മുൻഫസിലുൻ മബനിൻ അലൽ ഫതഹി ഫി മഹല്ലി റഫ്ഇൻ മുബ്തദഅ. അൽ ഗഫൂറു ഖബറുൻ മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മത്തു ളാഹിറ. അർ റഹീമു ഖബറു സാനി ലിൽ മുബ്തദഇ മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മത്തു ളാഹിറ. അപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ ആയത്ത് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.